പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. പൊതുമാപ്പ് പദ്ധതിയുടെ ഭാഗമായി യുഎഇയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന 4000-ലധികം ആളുകൾക്ക് തൊഴിലവസരമൊരുക്കി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്. 58 പേർക്ക് യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭിച്ചതായും അധികൃതർ അറിയിച്ചു. പൊതുമാപ്പ് പദ്ധതി പ്രയോജനപ്പെടുത്തി നിയമാനുസൃതം യുഎഇയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്കായി ദുബായിലെ അൽ അവീർ പൊതുമാപ്പ് കേന്ദ്രത്തിലാണ് തൊഴിലഭിമുഖങ്ങൾ നടക്കുന്നത്. ദുബായ് താമസ കുടിയേറ്റ വകുപ്പാണ് വിവിധ കമ്പനികളുമായി സഹകരിച്ച് അഭിമുഖങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതുവരെ 4000-ഓളം ആളുകളാണ് അഭിമുഖങ്ങളിൽ പങ്കെടുത്തതെന്നും ഇതിൽ അർഹരായ 58 ആളുകൾക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭിച്ചതായും വകുപ്പ് വ്യക്തമാക്കി. രാജ്യത്തെ വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന 22 കമ്പനികളാണ് നിലവിൽ തൊഴിൽ നൽകാൻ സന്നദ്ധരായി രംഗത്തെത്തിയിട്ടുള്ളത്. 80-ലധികം കമ്പനികൾ ഈ പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതായും അധികൃതർ അറിയിച്ചു. പൊതുമാപ്പ് ലഭിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ഉൾപ്പെടുത്തുന്നതിലൂടെ സാമൂഹിക ഐക്യം വർദ്ധിപ്പിക്കുകയും വ്യക്തികളുടെ സാമ്പത്തിക ശാക്തീകരണത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് GDRFA ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. 24 ദുബായ്.